മെഡിക്കൽ കോളേജ് പഴയ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ വീട് നിർമ്മാണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള NSS വീട് നിർമ്മാണം നടത്തുന്ന തീരുമാനം മന്ത്രി ആർ ബിന്ദു കുടുംബത്തെ ഫോണിൽ അറിയിച്ചു. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, സർക്കാർ ഒപ്പമുണ്ട് എന്ന പ്രഖ്യാപനം അത് ഇന്നലെ 4 കാര്യങ്ങൾ കുടുംബം ആവശ്യപ്പെട്ടത് നടപ്പാക്കിയിരുന്നു, അല്ലെങ്കിൽ അതിലേക്ക് നീങ്ങിയിരുന്നു. ഇപ്പോഴിതാ പുതിയ അവരെ സഹായിക്കുന്ന കൂടുതൽ നിലപാടുകളുമായാണ് സർക്കാർ രംഗത്തെത്തുന്നത്. എന്തൊക്കെയാണ് ആർ ബിന്ദു കുടുംബത്തെ അറിയിച്ച വിവരങ്ങൾ? അജിംഷാദ്, സർക്കാർ ഈ കുടുംബത്തെ, അതായത് ഒരു ദാരുണമായ സംഭവം ഉണ്ടായി എങ്കിൽ കൂടിയും സർക്കാർ ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നുള്ള തീരുമാനത്തിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മന്ത്രി VN വാസവൻ അവിടെ എത്തുകയും അവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് CPM-ൻ്റെ തലമുതിർന്ന നേതാവ്, ജില്ലയിലെ പ്രധാനപ്പെട്ട ആളുകൂടിയായിട്ടുള്ള വൈക്കം വിശ്വൻ, CPIM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ബിന്ദുവിൻ്റെ കുടുംബത്തെ വീട്ടിലെത്തി ഭർത്താവിനെയും അമ്മയെയും ആശ്വസിപ്പിച്ചു. പ്രത്യേകിച്ച് വൈക്കം വിശ്വനെ സംബന്ധിച്ച് വൈക്കം വിശ്വൻ്റെ ഒരു പ്രവർത്തന മേഖലയും വൈക്കം വിശ്വനുമായി ഏറെ ആത്മബന്ധമുള്ള ഒരാൾ കൂടിയാണ് ബിന്ദുവിൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിൽ തൻ്റെ അനാരോഗ്യം വകവയ്ക്കാതെ അദ്ദേഹം അവിടേക്ക് എത്തിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും ഉണ്ടായിട്ടുള്ള കാര്യം, ഇവർ വന്ന സമയത്താണ് മന്ത്രി ഈ ബിന്ദുവിൻ്റെ അമ്മയെ ഫോണിൽ ബന്ധപ്പെടുന്നത്. ബിന്ദുവിൻ്റെ വീടിൻ്റെ നിർമ്മാണം, അതായത് പണ്ട് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച 35,000 രൂപ മുടക്കി പാതി പണി മാത്രം പൂർത്തിയാക്കിയ വീട്ടിലാണ് ബിന്ദുവും കുടുംബവും അന്തി ഉറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ സിവിൽ എഞ്ചിനീയറിംഗിൽ BTech ബിരുദധാരിയാണ്, മറ്റൊരാൾ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന ആ കുടുംബം, പ്രത്യേകിച്ച് ബിന്ദു, തൻ്റെ മക്കളെ ഉന്നത പഠനം നൽകുന്ന കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നു. ബിന്ദുവിൻ്റെ വരുമാനമായിരുന്നു ആ കുടുംബത്തെ പ്രധാനമായും മുന്നോട്ട് നയിച്ചിരുന്നത്. ആ വരുമാനം നിലച്ചതോടുകൂടി അനാഥമാവാതിരിക്കാൻ വേണ്ടി ആ കുടുംബത്തെ സർക്കാർ ചേർത്ത് പിടിക്കുന്നതിനൊപ്പം സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾക്ക് പുറമെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആ കുടുംബത്തിൻ്റെ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കി കൊടുക്കുമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള NSS യൂണിറ്റാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക. എന്തായാലും മന്ത്രി ആർ ബിന്ദുവും ഈ കുടുംബത്തെ വരും ദിവസങ്ങളിൽ സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഡോക്ടർ ആർ ബിന്ദുവും ഇവിടെ, അതായത് തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ വീട്ടിലെത്തി ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കും. അജിംഷാദ്. ശരി, സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.